വെളിച്ചമായി വന്ന വചനം ഇടുങ്ങിയ വഴിയിൽ തുണയാകും വചനം മനസ്സിനെ മാറ്റി പുതുതാക്കിടും മഹത്വമേറും വചനസ്പർശം. ക്രിസ്തുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ കേരള സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ മീഡിയയായ സയോൺ മീഡിയ ഗ്ലോബലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇത്തരണത്തിൽ കർത്താവിൽ ശരണപ്പെടുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പീൻ. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സ്തോത്രം. കൊലോസ്യ ലേഖനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് പൗലോസ് കൊലോസ്യ ലേഖനത്തിലൂടെ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഉത്സവങ്ങൾ, ശബത്ത് എന്നിത്യാദി കാര്യങ്ങളുമായുള്ള തെറ്റിദ്ധാരണകൾ പൗലോസ് കൊലോസ്യ സഭയോടുള്ള ബന്ധത്തിൽ കൈകാര്യം ചെയ്യുകയാണ്. 2, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലുമുള്ള പ്രവണത ആ സഭയിൽ ഉടലെടുത്തു. ദൂതന്മാരെ ആരാധിക്കുക, സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിയായ ദൂതന്മാരെ ആരാധിക്കത്തക്ക ഒരു നിലവാരത്തിലേക്ക് ദൈവസഭയിൽ ദുരുപദേശം ഉടലെടുത്തപ്പോൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് കൊലോസ്യ ലേഖനത്തിലെ ഈ വാചകങ്ങളിലൂടെ പൗലോസ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ പൗലോസ് കൊലോസ്യ ലേഖനത്തിലൂടെ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ 6 നിലകളിൽ ക്രിസ്തുവിനെ ഈ ലേഖനത്തിലൂടെ പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ അത് നിങ്ങളുടെ മുൻപിലേക്കൊന്ന് വരച്ച് കാണിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും എന്ന് നമ്മൾ കാണുന്നുണ്ട്. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും പരിപാലകനും എന്ന നിലയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സഭ എന്ന ശരീരത്തിൻ്റെ ആരംഭവും തലയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനും എന്ന് നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 20 തൊട്ട് 22 വരുമ്പോൾ സകലത്തെയും നിരപ്പിക്കുന്നവൻ ആര്? ക്രിസ്തു. അങ്ങനെയുള്ള ഒരു അതിശക്തമായ വെളിപ്പാട് ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല 2-ാം അധ്യായത്തിൻ്റെ 9 വരുമ്പോൾ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയായ ക്രിസ്തു എന്ന വെളിപ്പാടും പൗലോസ് കൊലോസ്യ സഭയിൽ ഈ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അവസാനമായി 2-ാം അധ്യായത്തിൻ്റെ 10 വരുമ്പോൾ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവൻ ക്രിസ്തു എന്ന ശക്തമായ വെളിപ്പാട്. ഈ 6 നിലകളിൽ കുറഞ്ഞത് ക്രിസ്തുവിനെക്കുറിച്ച് കൊലോസ്യ സഭയ്ക്ക് പൗലോസ് ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. കാരണം ദുരുപദേശത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ദൈവസഭയ്ക്കകത്ത് ക്രിസ്തു ആരാണ്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കണം, ഒരു ആത്മീക ജീവിതം നയിക്കണമെന്ന പത്യ ഉപദേശത്തെ വരച്ച് കാണിക്കാൻ പൗലോസ് ലേഖനത്തെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ഈ ലേഖനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ക്രിസ്തു വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വായിച്ച വാക്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിക്കുവീൻ. അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്യശകലമാണ് നമ്മൾ ഈ സമയത്തെ ആ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ സമാധാനം. അവിടെ ആ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, എങ്ങനെ ജീവിക്കാനാണ് അവിടെ എഴുതിയിരിക്കുന്ന പദം. സ്തോത്രം. നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? ഒത്തിരി ഉദ്ദേശങ്ങൾ, ദൈവിക വിളിയുടെ പുറകിൽ ഉള്ള ഒത്തിരി ഉദ്ദേശങ്ങൾ
നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1-2 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1 തിമോത്തിയോസ് 6 അധ്യായത്തിൻ്റെ 12 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്. തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു. അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. ശ്രദ്ധിച്ച പ്രിയരെ, എന്തിനാ ദൈവം വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്. ആമേൻ. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. 1, നല്ലവണ്ണം പോരാടാൻ, വിശ്വാസത്തിനു വേണ്ടി പോരാടാൻ. 2, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്നിനുമല്ല വിളിച്ചിരിക്കുന്നത്, നിത്യജീവനെ പിടിക്കുക, നിത്യജീവനെ പിടിക്കുക, നിത്യജീവന് വേണ്ടി പോരാടുക, നല്ലവണ്ണം പോരാടുക എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അതാണ് നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. എന്തിനു വേണ്ടിയാ പോർ പൊരുതേണ്ടത്? ഏതെങ്കിലും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പോരാടണമെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിലും ദൈവവചനം നമ്മൾ നന്നായി പഠിക്കുമ്പോൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്, നിത്യജീവന് വേണ്ടി പോരാടുക, നല്ലവണ്ണം പോരാടുക. ഈ നിത്യജീവൻ എന്ന് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ അവിടെ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിത്യത അവകാശമാക്കാൻ പോരാടണമെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിത്യതയെ പിടിച്ചുകൊള്ളണമെന്നല്ല എഴുതിയിരിക്കുന്നത്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതെന്താ നിത്യജീവൻ എന്നവിടെ എഴുതാനുള്ള കാരണം? ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ സഭാപ്രസംഗി 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു പദമുണ്ട്, നിത്യതയും ദൈവം മനുഷ്യരുടെ ഉള്ളിലാക്കിയിരിക്കുന്നു എന്നൊരു വാക്യം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയരെ, എന്താ ഇതിൻ്റെ അർത്ഥം? നിത്യത എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവൻ്റെ ഉള്ളിൽ മാത്രമല്ല, പിന്നെ മനുഷ്യനായി പിറക്കുന്ന സകല വ്യക്തികളുടെയും, മനുഷ്യക്കുഞ്ഞായി പിറക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ നിത്യതയുണ്ടെന്നുള്ള നഗ്നമായൊരു സത്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. അത് പണമുള്ളവൻ്റെ വീട്ടിൽ ജനിച്ചാലും പണമില്ലാത്തവൻ്റെ വീട്ടിൽ ജനിച്ചാലും, വിദ്യാഭ്യാസമുള്ളവനായാലും വിദ്യാഭ്യാസം ഇല്ലാത്തവനായാലും, ഉയർന്നവനായാലും താഴ്ന്നവനായാലും, ഏത് ജാതി മത വ്യത്യാസം കൂടാതെ മനുഷ്യനായി പിറക്കുന്ന സകലരുടെയും ഉള്ളിൽ നിത്യതയുണ്ടെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗം അത് പറയുന്നത്, നിത്യത മനുഷ്യരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ നിത്യത എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ, മനുഷ്യനായി പിറക്കുന്ന സകലരും ജീവിച്ച് വളർന്നു വരുമ്പോൾ ഈ ഭൂമിയിലെ അവൻ്റെ ജീവിതത്തിൽ തീരുമാനിക്കണം ഈ നിത്യത എവിടെ നമ്മൾ ചെലവഴിക്കണം എന്നുള്ളത്. ഒന്നുകിൽ നിത്യനാശം, അല്ലെങ്കിൽ നിത്യജീവൻ. അതാണ് തിമോത്തിയോസിനോട് പൗലോസ് ഇവിടെ പറയുന്നത്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനു വേണ്ടി നല്ല പോർ പൊരുതണം. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന ഈ നിമിഷം ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയട്ടെ, നിത്യത എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. എവിടെ നമ്മൾ ഈ നിത്യത ചെലവഴിക്കണം? മരണാനന്തര ശേഷം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ അനന്തര ജീവിതം എവിടെയായിരിക്കും നമ്മൾ ചെലവഴിക്കേണ്ടത് എന്നുള്ളത് മനുഷ്യജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. സ്തോത്രം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ദൈവം നൽകിയിട്ടുണ്ട്. സ്തോത്രം. എന്ത് തിരഞ്ഞെടുക്കണം? ജീവൻ തിരഞ്ഞെടുക്കണോ? മരണം തിരഞ്ഞെടുക്കണോ? അനുഗ്രഹം തിരഞ്ഞെടുക്കണോ? ശാപം തിരഞ്ഞെടുക്കണോ? എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതേ സ്വാതന്ത്ര്യം നിത്യതയോടുള്ള ബന്ധത്തിലും ദൈവം കൊടുത്തിട്ടുണ്ട്. നിനക്ക് തിരഞ്ഞെടുക്കാം, നിത്യജീവൻ വേണോ നിത്യമരണം വേണോ, എന്ത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് മനുഷ്യൻ്റെ തീരുമാന പരിധിയിലുള്ളതാണ്. എന്നാൽ വഴി ദൈവം തുറന്നു വെച്ചിരിക്കുക, 2 വഴിയുമുണ്ട്. സ്തോത്രം. അതേത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവൻ,
നിത്യജീവന് വേണ്ടി പോരാടുക, നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കുക, നിത്യജീവന് വേണ്ടി ഉപവസിക്കുക. അത് നമ്മളിൽ നമ്മളിൽ വെളിപ്പെടുത്തുന്ന നിത്യ സന്തോഷത്തെ കൈവിടാതെ സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് മടങ്ങി വരികയാണ്, അതിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ശ്രദ്ധിച്ച്, നിത്യജീവനെ പിടിച്ചുകൊള്ളുവാൻ, നിത്യജീവനെ പിടിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുക. അതിനായി നീ വിളിക്കപ്പെട്ടു. അതാണ് ഒന്നാമത്തെ വിഷയം, എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ, 1 പത്രോസിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരുമായിരിപ്പീൻ. ശ്രദ്ധിച്ചേ, രണ്ടാമത് പത്രോസ് പറയുകയാണ്, എന്തിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണം, ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിച്ചവരാണ്. അത് കേവലം ഭൗതിക അനുഗ്രഹം മാത്രമല്ല, സകല ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്, ശകാരത്തിന് പകരം ശകാരം ചെയ്യരുത്, പകരം ചെയ്യരുത്, പ്രതികാരം ചെയ്യരുത്. നമ്മളെ ഒരാൾ ശപിച്ചാൽ, നമ്മളെ ഒരാൾ പ്രാഗിയാൽ, നമ്മുടെ കുറ്റം പറഞ്ഞാൽ, നമുക്ക് വിരോധമായി സംസാരിച്ചാൽ, ആ വ്യക്തിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട മറുപടി പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അതാണ് ആ വാക്യത്തിൽ പറയുന്നത്, ദോഷത്തിന് ദോഷം ചെയ്യരുത്. ഞാൻ നശിക്കട്ടെ, ഞാൻ തകരട്ടെ, എൻ്റെ കുഞ്ഞ് നശിക്കട്ടെ, നിൻ്റെ തലമുറ നശിച്ചു പോകുമെന്നൊക്കെ പരസ്യമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ നോക്കി സ്തോത്രം പറയാൻ പഠിക്കുന്ന ഒരു ആത്മീക ജീവിതമാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കപ്പെടാൻ വേണ്ടിയാണ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശാരീരികവും മാനസികവും ആത്മീയവുമായി കൊള്ളട്ടെ, ഏതെങ്കിലും നിലകളിൽ അനുഗ്രഹം അനുഭവിക്കപ്പെടാനാണ് ആഗ്രഹമെങ്കിൽ ഒരു വ്യവസ്ഥ ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തുകയാണ്. ആ അനുഗ്രഹം അനുഭവിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്, ശകാരത്തിന് പകരം ശകാരം ചെയ്യരുത്. സ്തോത്രം. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, നാവ് കൊണ്ട് അവർ ശകാരിക്കുന്നു. ശകാരം എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശപിക്കുന്നു, വാൾ പോലെ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ച് മുറിപ്പെടുത്തുന്നു, വ്രണപ്പെടുത്തുന്നു. ആശ്വസിപ്പിക്കേണ്ട നാവ് കൊണ്ട്, തണുപ്പിക്കേണ്ട വാക്കുകൾ കൊണ്ട് നമ്മളോട് ഇടപെടേണ്ടവർ വിരോധമായി സംസാരിക്കുന്നു. പ്രതീക്ഷിക്കാത്തവർ പോലും നമ്മോട് പ്രതികൂലമായി സംസാരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളം പെടയുമ്പോൾ, അവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാൻ ഒരു ഹൃദയം തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലാതെ ദോഷത്തിന് പകരം ദോഷം ചെയ്തിട്ട്, ശകാരത്തിന് പകരം ശകാരം ചെയ്തിട്ട്, നിന്റെ കുഞ്ഞ് നശിക്കത്തില്ലടി, അല്ലെ നിന്റെ കുഞ്ഞ് നശിക്കുമടാ എന്ന് പറയുമ്പോൾ നിന്റെ കുഞ്ഞും അങ്ങനെ ആകും, നിനക്കും ഗതി പിടിക്കത്തില്ലെന്ന് പകരം പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പകരത്തിന് പകരം ചെയ്യാതെ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, അവരെ ഓർത്ത് സ്തോത്രം ചെയ്ത് അവരെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഉള്ളം തുറന്ന് പറഞ്ഞ് ആ നിലകളിൽ ദൈവകൃപയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ മേൽ ദൈവം അനുഗ്രഹം പകരുന്നത് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം ആരും മറന്നു പോകരുത്. അപ്പോൾ രണ്ടാമത് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന വിഷയമെന്ന് പറയുന്നത്, എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാര്യം, അനുഗ്രഹം അനുഭവിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നോട് പലരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഉള്ളിൽ നിന്ന് വാ കൊണ്ട് പറയും നല്ലതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ പറയും നല്ലതായിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഗ്രഹമായിട്ടുണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പക്ഷേ മാറി നിന്ന് കുറ്റം പറയുന്നു എന്നൊക്കെയുള്ള പരാതികൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ചിന്താഗതിയോടുകൂടെ മുൻപോട്ട് പോകണം. എന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ഒന്ന്, എന്നെ ദൈവം വിളിച്ചത് നിത്യത അവകാശമാക്കാൻ, നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അനുഗ്രഹം അനുഭവിക്കപ്പെടാൻ വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അനുഗ്രഹം അനുഭവിക്കപ്പെടാൻ വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് എന്നെ അനുഗ്രഹിക്കാത്തവരെ പോലും ഞാൻ അനുഗ്രഹിക്കും, എനിക്ക് ദോഷം ചെയ്യുന്നവരെയും ഞാൻ അനുഗ്രഹിക്കും, എന്നെ ശകാരിക്കുന്നവരെയും ഞാൻ അനുഗ്രഹിക്കും. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീക ജീവിതം നമ്മുടെ ദൈവം നമുക്ക് പകരം പ്രതിഫലമായി തരാൻ സ്തോത്രം നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരാൻ
വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? അനുഗ്രഹം അനുഭവിക്കപ്പെടാൻ വേണ്ടി വിളിച്ചിരിക്കുക. ഇനി മറ്റൊരു വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യ ലേഖനത്തിലേക്ക് വന്നേ, അതിന് 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ എന്തിനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള മറ്റൊരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സ്നേഹിപ്പീൻ. ശ്രദ്ധിച്ചേ, എന്തിനാ വിളിച്ചിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവം നമുക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ട്. എന്താ ഈ സ്വാതന്ത്ര്യം? പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. കൃപയാണ്, കൃപായുഗമാണ്, കൃപയാണ്. ദൈവം ക്ഷമിക്കും, അതുകൊണ്ട് പാപം ചെയ്യാം. സ്തോത്രം. കൃപ വരികേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുതെന്നാണ് പൗലോസ് പറയുന്നത്. എന്താ ഈ സ്വാതന്ത്ര്യം? ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. സ്തോത്രം. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാൻ കഴിയാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പാപം ചെയ്താൽ മരണമുറപ്പായിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് ക്രിസ്തു മുഖാന്തരം ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷാരീതികളിൽ നിന്ന് സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പാപം ചെയ്യാൻ ദൈവവചനം നമ്മളെ ഒരിക്കലും അനുവദിക്കുന്നില്ല. എന്നാൽ മാനുഷികമായി പാപം ചെയ്തു പോയാൽ നമ്മളെ ഭരിക്കുന്നത് ഒരു ഭയങ്കര കുറ്റബോധമാണ്. ആ കുറ്റബോധ നിമിത്തം പലർക്കും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ആ കുറ്റബോധ നിമിത്തം പലരും തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാറുണ്ട്. കുറ്റബോധ നിമിത്തം സഭായോഗത്തിന് പോലും പോകാൻ കഴിയാതെ, ഇനി എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ ഉപവസിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ ആത്മീയമായി മുന്നേറാൻ കഴിയത്തില്ല എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ കയറി പിശാച് ഉള്ളത്തെ ഉടച്ചു കളഞ്ഞ് കുറ്റബോധം പേറി നടക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ സന്ദർഭവശാൽ പറയാനിടയായിട്ടുണ്ട്, ഏത് പാപത്തെയും ഏത് കുറ്റകൃത്യത്തെയും ക്ഷമിച്ച് പാപിയെ സ്നേഹിക്കുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളുടെ ദൈവത്തിൻ്റെ കരുണ അത്ര വലുതാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നത് പാപം ചെയ്യാനല്ല കേട്ടോ. പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം, അടിമനുഖത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം, ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും പാപം ചെയ്തതിൻ്റെ ഫലമായി അയ്യോ ദൈവം എന്നോട് ക്ഷമിക്കുമോ, ഞാൻ എത്രയോ പ്രാവശ്യം ക്ഷമ ചോദിച്ചു, ഞാൻ എത്രയോ പ്രാവശ്യം പ്രസംഗം കേട്ടതാ, ഞാൻ എത്രയോ പ്രാവശ്യം ജീവിതത്തിൽ കുറ്റം ഏറ്റു പറഞ്ഞതാ, പിന്നെയും പിന്നെയും എന്നെ ഈ പാപത്തിൻ്റെ ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും മനസ്സിൽ വേദനയുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ നിങ്ങളെ സുഖപ്പെടുത്താൻ, ഈ സെക്കൻഡിൽ നിങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയുമെന്നുള്ള സദ്വർത്തമാനം ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ആരും കാണാതെ, നിങ്ങൾ ആരും കേൾക്കാതെ ഹൃദയം തുറന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും ആ പാപത്തിൻ്റെ കറകളെ കഴുകി വിശുദ്ധീകരിക്കാൻ ഈ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം ഞാൻ ആത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങരുത്. പക്ഷെ ഒരു കാര്യം അവിടെ വ്യക്തമായി ഗലാത്യ സഭയോട് പറയുകയാണ്, ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, പാപം ചെയ്യാൻ ഞാനിപ്പോൾ കൃപയിലാണ്, ഞാൻ കൃപയിലാണ്, അതുകൊണ്ട് പാപം ചെയ്താലും ദൈവം ക്ഷമിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടെ പിന്നെയും പാപത്തിലേക്ക് പോകാൻ ഇടയാകരുത്. പാപം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഞാനൊരു ദൈവവൈതലാണെന്നുള്ളൊരു ബോധം നമ്മളെ ഭരിക്കണം. ദൈവം അങ്ങ് ക്ഷമിച്ചോളും, എൻ്റെ ബലഹീനത ദൈവത്തിന് അറിയാം എന്നുള്ള ചിന്താഗതിയോടെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങിയാൽ, സ്തോത്രം, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ബാലശിക്ഷയുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പൻ മക്കളെ ശിക്ഷിക്കും,
ബാലശിക്ഷയുണ്ട്. ഏത് അപ്പനും മക്കളെ ശിക്ഷിക്കും. അപ്പം അങ്ങനെയുള്ള നിലയിലേക്ക് പോകാതെ ഒഴിഞ്ഞിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ കൂട്ടുകാരിലൂടെ, ഒരുപക്ഷെ വീട്ടുകാരിലൂടെ, നാട്ടുകാരിലൂടെ, പലവിധമായ മാധ്യമങ്ങളിലൂടെ ഒക്കെ പാപത്തിൻ്റെ സ്വാധീനം നമുക്ക് നേരെ കയറി വരുമ്പോൾ നമ്മുടെ ഉള്ളം കൊണ്ടൊരു തീരുമാനമെടുക്കണം. എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന, എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്, എൻ്റെ ദൈവത്തിൻ്റെ പ്രസാദം എന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നതൊന്നും എന്നിലുണ്ടാകത്തില്ലെന്ന് ഹൃദയം കൊണ്ടൊരു തീരുമാനമുണ്ടായി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കൃപ കർത്താവിനോട് ചോദിക്കുക. നിശ്ചയമായി ദൈവം നമ്മളെ സഹായിക്കും പ്രിയരെ. അപ്പോൾ സ്വാതന്ത്ര്യത്തിൽ ഞാൻ പ്രധാനമായും എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, സ്തോത്രം, ആമേൻ, സ്തോത്രം, നമ്മളെ നിത്യജീവൻ അവകാശമാക്കാൻ, നിത്യത പിടിക്കാൻ വേണ്ടി ദൈവം നമ്മളെ, നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി എന്തോ ചെയ്യണം? വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം. രണ്ടാമത്, അനുഗ്രഹം അനുഭവിക്കപ്പെടാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അനുഗ്രഹം അനുഭവിക്കപ്പെടാൻ വേണ്ടി. എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു വാക്യമാണ്, അനുഗ്രഹം അനുഭവിക്കപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്, ശകാരത്തിന് പകരം ശകാരം ചെയ്യരുത്. 3, ആമേൻ, സ്തോത്രം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നു. പ്രിയരെ, സ്തോത്രം, ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? ആമേൻ, ഈ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് നമ്മുടെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? ഏക ശരീരമായി വാഴാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്, ജീവിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അവിടെ ആ ഒരു വാക്ക് മാത്രം, ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പറയാൻ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ സമാധാനം എന്നൊരു പദം മാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. എന്തോ ഈ ക്രിസ്തുവിൻ്റെ സമാധാനം? ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു അനുഭവിച്ച സമാധാനം. സ്തോത്രം, ഞാൻ ഈ ഭാഗമൊക്കെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. സ്തോത്രം, എത്ര ആരോഗ്യമുള്ള മനുഷ്യനായാലും മനസ്സിൻ്റെ ബലമാണ് ഏതൊരു മനുഷ്യൻ്റെയും നിലനിൽപ്പെന്ന് പറയുന്നത്. എത്ര ക്ഷീണമുള്ള ആളാണെങ്കിലും മനസ്സിനൊരു ബലം വന്നാൽ എവിടുന്നോ ഒരു ആരോഗ്യം ശരീരത്തെ ബാധിക്കും. ഈ വാക്യം നിങ്ങൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ആ വിളിയിൽ തുടരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം ഹൃദയങ്ങളിൽ വാഴണം. ആ സമാധാന ബന്ധത്തിൽ മാത്രമേ നമുക്ക് ഐക്യത കീപ്പ് ചെയ്യാനൊക്കത്തുള്ളൂ. ഐക്യതയിൽ തുടരണമെങ്കിൽ സമാധാന ബന്ധം ഉണ്ടാകണം. ആ സമാധാന ബന്ധം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം വ്യാപരിക്കണം. സ്തോത്രം, നമ്മൾ സ്തോത്രം ദൈവവചനം ശരിക്കും പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു അനുഭവിച്ച സമാധാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ശ്രദ്ധിച്ച്, യേശു ശിഷ്യന്മാരോട് പറയുക, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രിയരെ, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം എന്ന് പറയുമ്പോൾ ആരുടെ സമാധാനമാണ്? യേശു ക്രിസ്തു അനുഭവിച്ച സമാധാനം. ഹല്ലേലൂയ. ഗതസമനിയിൽ യേശു അനുഭവിച്ച സമാധാനമുണ്ട്. വേദനയായിരുന്നെങ്കിലും പ്രതിസന്ധി ആയിരുന്നെങ്കിലും അതിൻ്റെ നടുവിൽ യേശു സമാധാനം അനുഭവിച്ചു. ഗബഥയിൽ യേശു അനുഭവിച്ചൊരു സമാധാനമുണ്ട്. ഗതസമനയിൽ അനുഭവിച്ച സമാധാനം, ഗബഥയിൽ അനുഭവിച്ച സമാധാനം, ഗോൽഗോഥായിലും യേശു സമാധാനം അനുഭവിച്ചിരുന്നു. സ്തോത്രം. ഞാൻ ഈ വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പക്ഷേ നിങ്ങൾ 12-ാം അധ്യായത്തിലേക്ക് വന്നേ. 12-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നൊരു വാക്ക് നിങ്ങൾ കണ്ടോ? ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു പിതാവേ, ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. സ്തോത്രം. 12-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ യേശു പറയുക, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനത്തിൻ്റെ ആ അനുഭവം അല്ലിപ്പോൾ, ഞാൻ തകർന്നിരിക്കുകയാണ്, ആടി ഒലഞ്ഞിരിക്കുകയാണ്, എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല പിതാവേ എന്ന് പറയുന്ന അതേ യേശു തന്നെ 14-ാം അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സ്തോത്രം. ഉള്ളം കലങ്ങിയിരിക്കുന്ന യേശു മല
വളരെ വേദനയോടിരിക്കുന്ന യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. യേശു അനുഭവിച്ച സമാധാനം. എൻ്റെ പ്രിയരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്: യേശു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഉള്ളിലും കലങ്ങിയിരിക്കുന്ന അനുഭവമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, എന്നെ സന്തോഷിപ്പിച്ച ചിന്ത എന്തെന്നറിയാമോ? ആ പ്രതിസന്ധിയുടെ നടുവിലും യേശു ക്രിസ്തു അനുഭവിച്ച സമാധാനമെന്ന് പറയുന്നത് തൻ്റെ പിതാവ് തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിലും ആ വേദനയുടെ ഘട്ടത്തിലും സ്തോത്രം, രക്തധമനികളൊക്കെ പൊട്ടി ഒഴുകുമ്പോഴും ആമേൻ പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. യേശുവേ, നീ ഈ സമാധാനം എവിടുന്ന് അനുഭവിക്കുന്നേ? ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ അയച്ച എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഞാൻ ആത്മാവിലൊരു ദൂത് നിങ്ങളോട് കൈമാറി എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ പോകുകയാണ്. പ്രതിസന്ധികളില്ലാത്തതോ പ്രശ്നരഹിതമായൊരു ജീവിതമല്ല ഒരു ദൈവവൈതലിൻ്റെ സമാധാനമെന്ന് പറയുന്നത്. ആ പ്രശ്നത്തിൻ്റെ നടുവിലും ക്രിസ്തുവിൻ്റെ സമാധാനമെന്ന് പറയുന്നത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. പ്രശ്നരഹിതമായ ഒരു ജീവിതം ഒരിക്കലും ഒരു ഭക്തനുണ്ടാകത്തില്ല. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നാണ്. പ്രതിസന്ധി വരും, വേദന വരും, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ വരും, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ വരും, ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ വരും. അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴാൻ തയ്യാറായാൽ നിശ്ചയമായും ഈ ക്രിസ്തീയ ജീവിതം ജയകരമായി കൊണ്ടുപോകുവാൻ ഏതൊരു ഭക്തനും കഴിയുമെന്നുള്ളത് ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ആരും നമ്മെ സ്വപ്നം കാണണ്ട. പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ മുന്നേറാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ആ സമാധാനം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ക്രിസ്തുവിൻ്റെ സമാധാനം വാഴാൻ വേണ്ടി ഈ പകൽ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ, അവരുടെ വിഷയത്തിൻ്റെ മേൽ അങ്ങയുടെ സമാധാനം വ്യാപരിക്കണമേ. ഒരു വലിയ ദൈവിക ദൗത്യത്തെ അവിടുന്ന് ചില കുടുംബങ്ങളുടെ മേൽ ആമേൻ ഇന്ന് പകൽ ഇംപ്ലിമെന്റ് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സ്വസ്ഥത വ്യാപരിക്കട്ടെ, രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ, ഒരു വലിയ സ്വാതന്ത്ര്യം, ഒരു വലിയ സ്വസ്ഥതയും ഓരോ കുടുംബങ്ങളുടെ മേലും അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.